നമസ്കാരം. മഹാഭാരതം നമ്മൾ പാഞ്ചാലി സ്വയംവരം വരെ പറഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ അത് തുടരാമെന്ന്. സ്വയംവര വേളയിലെ ലക്ഷ്യം ഭേദിച്ച് അമ്പെയ്തതും പാഞ്ചാലിയെ നേടിയതുമൊക്കെ പാണ്ഡവരായിരുന്നു എന്ന് ചാരന്മാർ മുഖേന അറിയുകയാണ് ദുര്യോധനൻ. ബ്രാഹ്മണ വേഷധാരികൾ പാണ്ഡവരായിരുന്നു എന്നറിഞ്ഞപ്പോഴുള്ള അത്ഭുതവും സീമാതീതമായിരുന്നു. കാരണം ഈ സ്വയംവരത്തിന് ദുര്യോധനനും വന്നിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടതാണ് ആരാണ് നേടിയത് പാഞ്ചാലിനെ എന്നുള്ളത്. അപ്പം മനസ്സിലായില്ല. പിന്നീടാണ് ഇതൊക്കെ അറിയണതേ. കുന്തിയും മക്കളും അരക്കില്ലത്തിൽ കിടന്ന് വെന്തു വെണ്ണീറായി എന്നാണ് എല്ലാവരും, നാട്ടുകാർ മാത്രമല്ല ഇവരെല്ലാവരും കരുതിയിരുന്നത്. പുലകുളിയും അടിയന്തരാദികളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മരിച്ചു പോയവർ വീണ്ടും തിരിച്ചു വരേ. കേട്ടവർ ഭീഷ്മരെയും ധൃതരാഷ്ട്രയെയും നിന്ദിച്ചു. ധാർമ്മികന്മാരും സുശീലന്മാരും മാതൃഹിത കാംക്ഷികളുമായിട്ടുള്ള പാണ്ഡവരെ അവരെ ആട്ടി ഓടിച്ചില്ലേ എന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ പാഞ്ചാലി സ്വയംവരത്തിന് ശേഷം ഹസ്തിനപുരിയിൽ എത്തിച്ചേർന്ന ദുര്യോധനാദികൾ പുരോചനൻ്റെ ബുദ്ധിശൂന്യതയെ നിന്ദിച്ചു. പുരോചനനാണല്ലോ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്തത്, ഏറ്റെടുത്തത് പുരോചനനായിരുന്നു. എന്നിട്ട് ആ പുരോചനൻ മരിച്ചു ഇതിൽ അരക്കില്ലത്തിൽ പെട്ടിട്ട്. അപ്പോൾ തങ്ങളുടെ സങ്കല്പവും പ്രതീക്ഷയൊക്കെ തകർന്നു. അവർക്ക് എന്തെന്നില്ലാത്ത ഭയം വർദ്ധിച്ചു. പാണ്ഡവർ തീയിൽ നിന്നും രക്ഷപ്പെടുക മാത്രമല്ല, ദ്രുപദൻ്റെ ബന്ധുത്വത്തിലൂടെ ശക്തരായി. പലരെയും സഹായികളായിട്ട് നേടിയെടുത്തു അവർ. പാണ്ഡവന്മാർ പാഞ്ചാലിയെ വിവാഹം ചെയ്തതും ദുര്യോധനാദികൾ അഹങ്കാരം നശിച്ച നാണം കെട്ട് ഹസ്തിനാപുരത്ത് എത്തിയതും അറിഞ്ഞിട്ട് വിതുരനെ അടക്കാനാകാത്ത ആനന്ദം, സന്തോഷമുണ്ടായി. കാരണം വിതുരർക്ക് വളരെ വാത്സല്യമാണ് പാണ്ഡവരോടെ. പാവം, അച്ഛനില്ലാത്ത നല്ല സ്വഭാവവും ധാർമ്മികതയും ഉള്ള കുട്ടികളല്ലേ, അവരെ വെറുക്കേണ്ട കാര്യമില്ല ഒരു നല്ല മനുഷ്യന്. അദ്ദേഹം ധൃതരാഷ്ട്രൻ്റെ അരികിൽ ചെന്നിട്ട് കുരുകുലം വർദ്ധിച്ചിരിക്കുന്നു എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. കുരുകുലം വർദ്ധിച്ചിരിക്കുന്നു എന്ന്. ദുര്യോധനനാണ് കൃഷ്ണയെ വെളി കഴിച്ചത്, വേട്ടത് എന്ന് അന്ധനായിട്ടുള്ള ആ രാജാവ് വിചാരിച്ചു ഇത് കേട്ടപ്പോൾ. അപ്പോൾ കൃഷ്ണയ്ക്ക് നൽകുവാനുള്ള വിശേഷപ്പെട്ട സമ്മാനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ ധൃതരാഷ്ട്ര രാജാവ് ദുര്യോധനനോടൊപ്പം കൃഷ്ണയെയും പാഞ്ചാലിയെയും ഉടൻ തനിക്ക് മുമ്പിൽ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ ധൃതരാഷ്ട്രരുടെ തെറ്റിദ്ധാരണ മനസ്സിലാക്കിയ വിതുരരെ സത്യാവസ്ഥ മഹാരാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കി. മാത്രമല്ല, സ്വയംവരം മൂലം പുതിയ ചാർച്ചക്കാരായിട്ട് പല വീരന്മാരും പാണ്ഡവരുമായിട്ട് ചേർന്നിരിക്കണു എന്ന് വിതുരരെ അറിയിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ധൃതരാഷ്ട്രരുടെ മുഖം വിളറി. എങ്കിലും സ്വന്തം വികാരങ്ങളെ സമർത്ഥമായിട്ട് മറച്ചു പിടിച്ചു. എന്നിട്ട് അദ്ദേഹം അതിയായ സന്തോഷം പുറമെ ഭാവിക്കുക. ഈ വികാരങ്ങൾ അദ്ദേഹത്തിന് 100 വത്സരം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ച് വിതുരർ മടങ്ങിപ്പോയി. വിതുരർ പോയതിന് ശേഷം ദുര്യോധനൻ കർണനോടൊപ്പം രാജാവിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ വിതുരൻ്റെ മുമ്പിൽ വെച്ചിട്ട് പാണ്ഡവരെ പുകഴ്ത്തുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് ദുര്യോധനനെ. അതിനു പകരം പുത്രമിത്രാദികളോടൊപ്പം തങ്ങളെ അവർ വിഴുങ്ങാതിരിക്കത്തക്കവണ്ണം കാലോചിതമായിട്ട് ചെയ്യേണ്ടതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ടത് എന്ന് പറയുകയാണ് ദുര്യോധനൻ അച്ഛനോട്. അച്ഛനെ പഠിപ്പിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ധൃതരാഷ്ട്ര പറയുകയാണ്, ഞാനും അത് തന്നെയാണ് ചിന്തിക്കണത്. വിതുരനുള്ളപ്പോൾ ശരിയായ അഭിപ്രായം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് പാണ്ഡവരെ പുകഴ്ത്തിയത് എന്ന് പറഞ്ഞ് ദുര്യോധനെ സമാധാനിപ്പിക്കുകയാണ്. ദുര്യോധനനും കർണനും കൂടി ആലോചിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ധൃതരാഷ്ട്ര ചോദിച്ചു, ആരാഞ്ഞു. താൻ ആലോചിച്ചു വെച്ച പല തന്ത്രങ്ങളും ദുര്യോധനൻ ധൃതരാഷ്ട്രയുടെ മുമ്പിലെ വിതുർത്തി പറഞ്ഞു. വിശ്വസ്തരായ ബ്രാഹ്മണരെ രഹസ്യമായിട്ട് അയച്ച് ഏഷണി ഉണ്ടാക്കി ഈ കൗന്ദേയരെയും, അതായത് കുന്തിയുടെ മക്കളെയും, മാദ്രേയരെയും മാദ്രിയുടെ മക്കളെയും ഭിന്നിപ്പിക്കുക എന്നതായിരുന്നു ആദ്യത്തേത്. അതല്ലെങ്കിൽ ധാരാളം ധനം നൽകി ദ്രുപദനെയും മക്കളെയും മന്ത്രിമുഖ്യന്മാരെയും എല്ലാം വശത്താക്കിയ ശേഷം ധർമ്മപുത്രരെ യുധിഷ്ഠിരനെ ഉപേക്ഷിക്കാൻ ദ്രുപദനെ ഉപദേശിക്കണം. അല്ലെങ്കിൽ പാണ്ഡവർക്ക് ഇവിടെ വന്ന ദോഷം പറ്റുമെന്ന് പറഞ്ഞ് അവിടെ തന്നെ പാർപ്പിക്കാൻ പ്രേരിപ്പിക്കുക. അതൊക്കെയാണ് അവരുടെ മനസ്സിലെ ആശയങ്ങൾ, ദുര്യോധനൻ്റെയും കർണൻ്റെയും ഒക്കെ. അപ്പോൾ ഭീമസേനനെ അല്ലെങ്കിൽ ചതിച്ചു കൊല്ലുക, അവനാണ് അവർക്ക് ആശ്രയം, അവനാണ് നെടുന്തൂണ്. അവൻ പോയി കഴിഞ്ഞാൽ പകുതി പോയി എന്നാണ് ഇവരുടെ
വിശ്വാസം. ഭീമൻ പിന്തുണയുള്ള അർജുനനെ ജയിക്കാൻ വിഷമാണ്. ഭീമനില്ലാത്ത അർജുനൻ കർണൻ്റെ 4/1 അപ്പോൾ തങ്ങൾ ബലവാന്മാരാണ് എന്ന് അവർ ധരിച്ചുകൊള്ളുമെന്നും ഹസ്തിനപുരിയിലെത്തി തങ്ങളുടെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ട് താമസിക്കുന്ന അവരെ ചതിച്ചു കൊല്ലാൻ കഴിയുമെന്നും പറഞ്ഞു. പിന്നെയുള്ളത് സുന്ദരിമാരായ സ്ത്രീകളെ അയച്ച് പാണ്ഡവരെ മയക്കുകയും അതുമൂലം പാഞ്ചാലിക്ക് അവരോട് വിരക്തി ഉണ്ടാക്കുകയാണ്. ഇതൊക്കെയാണ് അവരുടെ ആശയങ്ങൾ. ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ചുള്ള ആശയങ്ങളല്ലേ മനസ്സിൽ വരുള്ളൂ. അപ്പോൾ ഇതിലെ ഏറ്റവും ദോഷമറ്റത് ഏതാണെന്ന് ചിന്തിക്കണമെന്നും ദ്രുപദ രാജാവായിട്ട് അവർ നല്ലപോലെ ഇണങ്ങുന്നതിന് മുമ്പ് വേണ്ടത് പ്രവർത്തിക്കണമെന്നും ദുര്യോധനൻ പറഞ്ഞു. പക്ഷേ ദുര്യോധനൻ്റെ അഭിപ്രായങ്ങളോടൊന്നും കർണൻ യോജിച്ചില്ല. ഉപായം കൊണ്ടൊന്നും പാണ്ഡവരെ പാട്ടിലാക്കാമെന്ന് കരുതേണ്ട എന്ന് പറയുകയാണ് കർണൻ. കഴിഞ്ഞ കാല അനുഭവങ്ങൾ തന്നെ അതിന് സാക്ഷിയല്ലേ. കർണൻ ചോദിക്കുക, അവർ വേരൂന്നി വരുന്നതിന് മുമ്പ് അവരെ പ്രഹരിക്കണം എന്നതാണ് തൻ്റെ അഭിപ്രായം എന്ന് കർണൻ പറഞ്ഞു. താമസിച്ചുകൂടാ വിചിത്രമായ വാഹനങ്ങൾ, മിത്രങ്ങൾ, ബലം എന്നിവയൊക്കെ അവരുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ആക്രമിക്കണം. ചതുരംഗപ്പടയോടെ പാഞ്ചാലനെ ആക്രമിച്ച് പാണ്ഡവരെ പിടിച്ച് കെട്ടി കൊണ്ടുപോരണം. അപ്പോൾ കർണൻ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ധൃതരാഷ്ട്രക്ക് വലിയ സന്തോഷമായി. ഭീഷ്മനും വിതുരരും ദ്രോണരും ദുര്യോധനും കർണനും കൂടിയിട്ട് സുഗമമായിട്ടുള്ള മാർഗം ഏതെന്ന് ചിന്തിക്കാനും പറയുകയാണ്. വഞ്ചനയ്ക്കുള്ള ദുര്യോധനൻ്റെ ചിന്തയും കർണൻ്റെ സമരചിന്തയും നല്ലതിനല്ലെന്ന് ഭീഷ്മർ പറഞ്ഞു. ധാർത്തരാഷ്ട്രന്മാരെ പോലെ തന്നെയാണ് തനിക്ക് പാണ്ഡവരെ എന്നും പാണ്ഡവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം അവർക്ക് കൊടുത്ത് രമ്യതയിൽ കഴിയുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ഭീഷ്മർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, പകുതി രാജ്യമല്ല അവർക്ക് അവകാശപ്പെട്ടത്. രാജാവായിരുന്ന പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് പാണ്ഡവർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മുഴുവൻ രാജ്യവും അവകാശമില്ലേ? അതിലെ പകുതി രാജ്യം അവരുടെ ഔദാര്യം കൊണ്ട് വേണമെങ്കിൽ കൗരവർക്ക് കൊടുക്കാമെന്നേ ഉള്ളൂ. ആരുടെ ഔദാര്യം കൊണ്ടാണ് കൊടുക്കുക? പാണ്ഡവരുടെ ഔദാര്യം കൊണ്ട്. ആ സ്ഥാനത്താണ് പറയുന്നത് പകുതി രാജ്യം അവർക്ക് കൊടുക്കാമെന്ന് ഭീഷ്മർ. അപ്പോൾ ഇവിടെ ഭീഷ്മർക്കും അധർമ്മം തന്നെയാണ് പ്രവർത്തിക്കേണ്ടി വരുന്നത്. മനസ്സിൽ ധർമ്മമാണ് പ്രവർത്തിക്കണതെന്നാണ് ഭീഷ്മർ വിശ്വസിക്കുന്നത്. അങ്ങനെ അവർക്ക് കൊടുത്ത് രമ്യതയിൽ കഴിയാണ് വേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ഈ അഭിപ്രായം തന്നെയാണ് ദ്രോണർക്കുണ്ടായത്. മഹാശയനായ ഭീഷ്മരും അതുപോലെ ദ്രോണരും പറഞ്ഞത് തീർച്ചയായിട്ടും ഹിതമാണെന്നും പക്ഷേ അദ്ദേഹം അത് ഉൾക്കൊള്ളുന്നില്ല എന്നും വിതുരർ ധൃതരാഷ്ട്രരെ കുറ്റപ്പെടുത്തി. ബലവാന്മാരായ പാണ്ഡവരോടൊപ്പം കൃഷ്ണനും നിൽക്കുമെന്ന്, കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ വിജയം ഉണ്ടാവുമെന്നും വിതുരർ ഓർമ്മപ്പെടുത്താണ്. ദുര്യോധനൻ്റെ തെറ്റുകൊണ്ട് നാടൊക്കെ മുടിയുമെന്ന് താൻ മുമ്പ് പറഞ്ഞതിനെ അദ്ദേഹം അനുസ്മരിച്ചു. അപ്പോൾ വിതുരർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വിതുരർ ആവും വിധം പറയുന്നുണ്ട്. അപ്പോൾ ധൃതരാഷ്ട്രരെ ഭീഷ്മാദികളുടെ ഉപദേശം തന്നെ സ്വീകരിച്ചു. പാണ്ഡുവിനെ എപ്രകാരമാണോ അപ്രകാരം തന്നെ ധർമ്മത്താൽ പാണ്ഡവർ തനിക്കും മക്കളാണ്. തൻ്റെ മക്കളെന്ന പോലെ ഈ രാജ്യം അവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് ധൃതരാഷ്ട്രർ പറയുകയാണ്. വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു വാചകമാണ് അല്ലേ. എന്തു തന്നെയായാലും ഉടനെ പോയിട്ട് കുന്തിയോടും കൃഷ്ണയോടും കൂടി പാണ്ഡവരെ സൽക്കരിച്ചു കൊണ്ടുവരാൻ വിതുരരോട് ആജ്ഞാപിച്ചു ധൃതരാഷ്ട്രർ. ദ്രുപദനും മക്കൾക്കും കുന്തിക്കും കൃഷ്ണയ്ക്കും പാണ്ഡവർക്കും ഒക്കെ ഒട്ടേറെ സമ്മാനങ്ങളും കൊണ്ട് വിതുരർ പാഞ്ചാല രാജ്യത്തെത്തി. വിതുരൻ ദ്രുപദനെ യഥാവിധി വന്ദിച്ച് അദ്ദേഹത്തിൻ്റെ സൽക്കാരങ്ങൾ സ്വീകരിച്ച ശേഷം പാണ്ഡവരെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന കൃഷ്ണയെയും കണ്ടു. ഹസ്തിനപുരത്തു നിന്നുള്ള സന്ദേശം വിതുരർ അവിടെ അറിയിച്ചു. പിന്നെ അവരെല്ലാവരും കേൾക്കി വിതുരർ തൻ്റെ ആഗമന ഉദ്ദേശം അറിയിക്കുകയാണ്. കുന്തിയോടും കൃഷ്ണയോടും കൂടി പാണ്ഡവരെ ഹസ്തിനപുരത്തേക്ക് കൊണ്ടു ചെല്ലണം എന്നാണ് ധൃതരാഷ്ട്രർ ആഗ്രഹിക്കുന്നത് എന്നും രാജാവ് അതിന് അനുവാദം നൽകണമെന്നും വിതുരർ ദ്രുപദനോട് അപേക്ഷിച്ചു. ദ്രുപദൻ സമ്മതിച്ചു. ഉടനെ പാണ്ഡവരും കൃഷ്ണനും വിതുരരും പാഞ്ചാലിയോടും കുന്തിയോടും കൂടി സന്തോഷപൂർവ്വം ഹസ്തിനപുരത്തേക്ക് പുറപ്പെട്ടു. അവർ വരുന്നതായി അറിഞ്ഞപ്പോൾ അവരെ എതിരേറ്റ് കൊണ്ടുവരാൻ ധൃതരാഷ്ട്ര രാജാവ് കൗരവന്മാരെ അയച്ചു. വികർണനെയും ചിത്രസേനനെയും ദ്രോണരെയും കൃപനെയുമാണ് എതിരേൽക്കാൻ ഏൽപ്പിച്ചത്. പാണ്ഡവരെ പുരത്തിൽ പ്രവേശിച്ചപ്പോൾ പൗരന്മാർക്ക് തങ്ങളുടെ ആഹ്ലാദം നിയന്ത്രിക്കാനായില്ല.
പ്രജകളെല്ലാം അവർക്ക് വിജയങ്ങൾ ആശംസിച്ചു. ഭീഷ്മനെയും ധൃതരാഷ്ട്രയെയും മറ്റ് പൂജ്യജനങ്ങളെയും അവർ വന്ദിച്ചു. തങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരുന്ന പ്രത്യേക കൊട്ടാരങ്ങളിൽ അവർ പിന്നെ താമസം ആരംഭിക്കുകയാണ്. പാണ്ഡവരെ, ഒരു ദിവസം ഭീഷ്മരും ധൃതരാഷ്ട്രം കൂടി അവരെ അരികിൽ വിളിച്ചു. ഇനിയും തമ്മിൽ ഛിദ്രം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ഗാണ്ഡവപ്രസ്ഥത്തിൽ പോയിട്ട് പകുതി രാജ്യത്തിന് അവകാശികളായിട്ട് അവിടെ വാണുകൊള്ളാൻ ധൃതരാഷ്ട്ര കൽപ്പിക്കുകയാണ്. ധൃതരാഷ്ട്ര പറഞ്ഞതിനെ അവർ കൈകൂപ്പി അംഗീകരിച്ചു. കൃഷ്ണനോടൊപ്പം അവർ ഗാണ്ഡവപ്രസ്ഥത്തിൽ പ്രവേശിച്ചു. ശാന്തികർമ്മം കഴിഞ്ഞ് വ്യാസൻ്റെ ഉപദേശപ്രകാരം പട്ടണത്തിന് ഉള്ള സ്ഥാനം അവർ അളവ് കഴിപ്പിക്കുകയാണ്. ഈ കൊട്ടാരം പണിയാൻ ഒരു സാധാരണ കൊട്ടാരമല്ലല്ലോ പണിയുക. അപ്പം അതിനുള്ള സ്ഥാനമൊക്കെ കണ്ടുപിടിച്ച് ഒക്കെ ചെയ്യണ്ടേ. കിടങ്ങുകളും മന്ദിരങ്ങളും മതിലുകളും പണി കഴിപ്പിച്ചു. അവരെ അവിടെ വാഴിച്ച ശേഷം ബലരാമനോടുകൂടി കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി. അപ്പോൾ ഈ ഗാണ്ഡവപ്രസ്ഥത്തിലെ കൊട്ടാരം മയനാണ് നിർമ്മിച്ചത്. മയനിർമ്മിതമാണ്. ആ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കേൾക്കണം ശ്രോതാക്കൾ. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഗാണ്ഡവ വനം ദഹിപ്പിച്ചതിന് ശേഷമാണ് അവിടെ ഇങ്ങനെ ഒരു കൊട്ടാരം, ഒരു പുരം തന്നെ പണി കഴിപ്പിക്കുന്നത്. അതിന് ഇന്ദ്രപ്രസ്ഥം എന്നാണ് പിന്നീട് പേര്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കണം. ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലെ പാഞ്ചാലിയോടുകൂടി പാണ്ഡവരെ സുഖമായിട്ട് വസിച്ചു. ഒരു ദിവസം നാരദ മഹർഷി അവിടെ എഴുന്നള്ളി. അവരഞ്ചു പേരും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് മഹർഷിയെ വന്ദിച്ചു. മുനി അവരെയെല്ലാം ആശീർവദിച്ചു. മഹർഷി വന്നു എന്ന് അറിഞ്ഞെത്തിയ കൃഷ്ണയും അവിടെ എത്തി അദ്ദേഹത്തെ യഥാവിധി വന്ദിച്ചു. അനന്തരം നാരദ മഹർഷി കൽപ്പിച്ചതനുസരിച്ച് കൃഷ്ണ അകത്തേക്ക് പോയി. അപ്പോൾ മഹർഷി പാണ്ഡവർക്ക് പ്രധാനപ്പെട്ട ഒരു ഉപദേശം കൊടുക്കുകയാണ്. കൃഷ്ണ, നിങ്ങൾ 5 പേർക്കും ധർമ്മ ആചരണത്തിനുള്ള ഏക പത്നിയാണല്ലോ. ഒരു വിധത്തിലും തമ്മിൽ ഛിദ്രിക്കാത്ത വിധം വ്യവസ്ഥയോടെ നിങ്ങൾ 5 പേരും ഒരു നീതി അനുസരിച്ച് ജീവിക്കണം. ഏറ്റവും ഐക്യത്തോടും സ്നേഹത്തോടും കൂടി കഴിഞ്ഞു വന്നിരുന്ന സുന്ദോപസുന്ദന്മാർ തിലോത്തമ കാരണം തമ്മിൽ കലഹിച്ച് അടികൂടി മരിച്ച കഥ മഹർഷി ഉദാഹരണമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഛിദ്രം അവർക്കിടയിൽ പാഞ്ചാലി കാരണം ഒരിക്കലും ഉണ്ടാകരുത് എന്ന് നാരദരെ മുന്നറിയിപ്പ് നൽകി. അപ്പോൾ നമുക്ക് ഈ സുന്ദോപസുന്ദന്മാരുടെ കഥയൊന്ന് കേട്ടാലോ. അതായത് ഒരു കാലത്ത് ഹിരണ്യകശിപുവിൻ്റെ വംശത്തിലെ അസുര രാജാവായിട്ടുള്ള നികുംബൻ്റെ പുത്രന്മാരായ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഈ 2 പേർക്കും പരസ്പരം വളരെയധികം സ്നേഹമായിരുന്നു. ഇരുവരും വളരെ ശക്തരായ അസുരന്മാരുമായിരുന്നു. ഏതാണ്ട് ഒരേ പ്രവണതകളായിരുന്നു അവർക്ക്, ഒരേ സ്വഭാവമാണ്. അവരെല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്തു. പരസ്പരം ഇല്ലാതെ, ഒരാളില്ലാതെ മറ്റാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും അവരെ പങ്കിട്ടു. അവർ വളർന്നതിന് ശേഷം 3 ലോകങ്ങളെയും കീഴടക്കി വളരെ ശക്തരും അമർത്യരും ആകാനുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അതിനാൽ അവരെ വിന്ധ്യപർവ്വതത്തിലെ കഠിനായ തപസ് ആരംഭിക്കുകയാണ്. അപ്പോൾ അവരുടെ തപസ്സുകളുടെ ഫലമായിട്ടുണ്ടായ ചൂട് പർവ്വതങ്ങളിൽ നിന്ന് ബാഷ്പങ്ങളായിട്ട് പുറത്തു വരാൻ കാരണമായി. അവരുടെ തപസ് എന്ന് പറഞ്ഞാൽ കഠിനാണെന്ന് പറഞ്ഞല്ലോ. വായു മാത്രം ഭക്ഷണം, കാൽവിരലുകളിൽ നിൽക്കുക, ഒറ്റ വിരലിലൊക്കെ മാംസം, അവരുടെ ശരീരം തീയിൽ വയ്ക്കുക, അങ്ങനെയുള്ള വളരെ കഠിനമായിട്ട് സ്വന്തം ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ടുള്ള, മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് തപസ്സിന് അവർ തിരഞ്ഞെടുത്തത്. അങ്ങനെ ക്രൂരമായിട്ടുള്ള സന്യാസ ആചാരങ്ങളിലാണ് അവർ ഏർപ്പെട്ടത്. സ്വർഗത്തിലെ ദേവന്മാർ ഈ ആചാരത്തിൻ്റെ തീവ്രതയിൽ പരിഭ്രാന്തരായി. അങ്ങനെ അവരുടെ തപസ് മുടക്കാൻ വേണ്ടി നിരവധി പ്രലോഭനങ്ങളും തടസ്സങ്ങളും ഒക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ സഹോദരന്മാർക്ക് യാതൊരു ചലനവും ഉണ്ടായില്ല. സുന്ദരികളായ കന്യകമാരെ തപസ്സിളക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. പക്ഷേ ആ കന്യകമാർ പരാജയപ്പെട്ടു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല.
പിന്നെയോ സഹായത്തിനായിട്ട് ദയനീയമായി നിലവിളിക്കുന്ന സഹോദരിമാരെയും ഭാര്യമാരെയും മറ്റു കുടുംബാംഗങ്ങളെയും നശിപ്പിക്കുന്നത് പോലുള്ള മിഥ്യാധാരണകൾ ദേവന്മാർ സൃഷ്ടിച്ചു. ഇവരുടെ ബന്ധുക്കളെ ഉപദ്രവിക്കുക എന്നുള്ള മായാ പ്രവർത്തനങ്ങളാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ദൃഢനിശ്ചയത്തോടെ ആചാരങ്ങളും തപസ്സും ഒക്കെ തുടർന്നുകൊണ്ടേയിരുന്നു ഈ സഹോദരന്മാർ. അവർ പിന്തിരിഞ്ഞേയില്ല. അവസാനം ഈ ഉഗ്ര തപസ്സിൽ തൃപ്തിപ്പെട്ട് ആരാ വന്നത്? ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടാതെ വയ്യല്ലോ. അപ്പോൾ ബ്രഹ്മദേവൻ്റെ മുമ്പിൽ ഭക്തിപൂർവ്വം വണങ്ങി വരങ്ങൾ ചോദിക്കാൻ വേണ്ടി നിന്നു. അവരെന്താ ചോദിച്ചത്? ലോകത്തിലെ എല്ലാ ശക്തിയും അവർക്ക് കിട്ടണം, അമർത്യതയും ആണ് അവരാവശ്യപ്പെട്ടത്, ഇമ്മോർട്ടാലിറ്റി. എന്നിരുന്നാലും ഭൗതിക അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹത്താൽ തപസ്സുകൾ ചെയ്തതിനാൽ അവർക്ക് അമർത്യത ലഭിക്കില്ല എന്ന് ബ്രഹ്മാവ് പറയാണ്. വേറെ എന്തെങ്കിലും വരം ചോദിക്കാൻ പറയാം. അപ്പോൾ ഇവർ അവരുടെ ബുദ്ധി വെച്ചിട്ട് ആലോചിച്ചപ്പോൾ ഈ സഹോദരന്മാർക്ക് ഭയങ്കര സ്നേഹമാണല്ലോ, വളരെ സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ആ സ്നേഹം അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ ചോദിക്കുകയാണ്, ഒരു സഹോദരന് മാത്രമേ, ഈ 2 പേരിൽ ഒരാൾക്ക് മാത്രമേ മറ്റാളെ കൊല്ലാൻ കഴിയൂ എന്ന വരം. അതാണ് ചോദിച്ചത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്? ഈ സ്നേഹം ഒരിക്കലും ഇല്ലാതെ ആവില്ല. അതുകൊണ്ട് തന്നെ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കൊല്ലാനും പോണില്ല. അപ്പോൾ അവർക്ക് അമർത്യത ആ വഴിയിലൂടെ കിട്ടി എന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ ലോകത്തിലെ മറ്റൊരാൾക്ക് അവരെ കൊല്ലാനോ കീഴടക്കാനോ കഴിയില്ല എന്ന വരം അവർ ചോദിച്ചു. ബ്രഹ്മാവ് സമ്മതിച്ചു. സഹോദരന്മാർ സന്തോഷത്തോടെ തങ്ങളുടെ രാജ്യത്തിലേക്ക് മടങ്ങി. തുടർന്ന് അവരവരുടെ യഥാർത്ഥ സ്വഭാവം സ്വീകരിച്ചു. പുതുതായി കണ്ടെത്തിയ ശക്തികൾ ആസ്വദിക്കാൻ തുടങ്ങി. എല്ലാ അസുരന്മാരും സന്തോഷിച്ചു. അവർ മദ്യപിച്ചു, വിരുന്ന് കഴിച്ചു, അവർ തൃപ്തരാകുവോളം ഭക്ഷണം കഴിച്ചു, ആടി പാടി. കുറച്ചു കാലം അങ്ങനെ പോയി. എന്നിട്ട് അവർക്ക് പുതുതായിട്ട് കിട്ടിയ ആ വരം അതൊക്കെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഭൂമി അവർ കീഴടക്കി. എന്നിട്ട് സ്വർഗത്തിലേക്കായി പിന്നെ നോട്ടം. ബ്രഹ്മാവിൻ്റെ വരദാനത്തെക്കുറിച്ച് അറിയാവുന്ന ദേവന്മാർ ഇന്ദ്രൻ്റെ മഹത്തായ കൊട്ടാര അമരാവതി വിട്ടു ഓടിപ്പോയി. ഇവരുടെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഓടിപ്പോയി. അസുരന്മാരെ, യക്ഷന്മാരെയും എല്ലാവരെയും കീഴടക്കി. വിജയകരമായി നാഗങ്ങളുടെ അധോലോകം പാതാളം കീഴടക്കി. അങ്ങനെ അവർ എല്ലായിടത്തെയും പ്രഭുക്കന്മാരായി. അങ്ങനെ അവർക്ക് ധാരാളം രത്നങ്ങളും ഒക്കെ സമ്പത്തൊക്കെ ലഭിക്കുകയാണ് ഓരോ സ്ഥലത്തു നിന്നും. 2 സഹോദരന്മാരും അവരുടെ ശക്തി ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. ആഡംബര ജീവിതം നയിച്ചുകൊണ്ടേയിരുന്നു. വേദനിർദ്ദേശങ്ങൾ പാലിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്ന ഋഷിമാരെ അവരുടെ അടുത്തേക്കായിരുന്നു, ബ്രാഹ്മണരുടെ അടുത്തേക്കായിരുന്നു അടുത്ത ആക്രമണം. അപ്പോൾ ദേവന്മാർക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നത് അവരാണല്ലോ. അപ്പോൾ അത് തടയാൻ അസുരന്മാർ ഋഷിമാരെ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു. എല്ലാ ബ്രാഹ്മണരും ഭയന്ന് വിറച്ചു. ആർക്കും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബ്രഹ്മാവിൻ്റെ വരം കാരണം അവരുടെ ശാപങ്ങളൊന്നും ഫലിച്ചുമില്ല. ഭൂമി എല്ലാ മതപരമായ യാഗങ്ങളിൽ നിന്നും മുക്തമായി. ആരും ഒന്നും ചെയ്യാതെയായി. ദേവന്മാർക്ക് വേണ്ടിയിട്ടേ നിരാശയും ശൂന്യതയും മാത്രമായി. ക്ഷത്രിയരും നശിപ്പിക്കപ്പെട്ട പോലെയായി. ദേവന്മാർക്ക് ഭൂമിയിലെ അവസ്ഥ കണ്ടിട്ട് വളരെ വിഷമം തോന്നി. അങ്ങനെ അസുര സഹോദരന്മാരെ കുരുക്ഷേത്രം കൈവശപ്പെടുത്തി അവിടെ നിന്ന് അവർ മുഴുവൻ പ്രപഞ്ചവും ഭരിച്ചു. ഒടുവിലെ അത്യധികം ദുഃഖിതരായ ഋഷിമാരെ, ദേവന്മാരൊക്കെ കാര്യങ്ങൾ സഹിക്കാൻ കഴിയാതെ മഹാനായ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് ലോകക്രമം നശിപ്പിക്കുന്നതിൽ നിന്ന് അസുരന്മാരെ തടയാൻ എന്തെങ്കിലും ചെയ്യണേന്ന് ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് ചിന്താശീലനായിരുന്നു. സ്വന്തം വാഗ്ദാനം ലംഘിക്കാതെ അസുര സഹോദരന്മാരെ നശിപ്പിക്കുന്നതിനുള്ള ആശയം അദ്ദേഹം മനസ്സിൽ കാണുകയാണ്. അദ്ദേഹം സ്വർഗീയ ശില്പിയായിട്ടുള്ള വിശ്വകർമാവിനെ വിളിച്ച് ഇതുവരെ എവിടെയും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, സങ്കല്പിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു സുന്ദരിയായ കന്യകയെ ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വിശ്വകർമ്മ പ്രകൃതിയിലെ എല്ലാ മികച്ച കാര്യങ്ങളെയും ശേഖരിച്ച് പൂക്കളുടെ സുഗന്ധം, സന്ധ്യയുടെ ശാന്തമായ സൗന്ദര്യം, മികച്ച രത്നങ്ങളുടെ തിളക്കമാർന്ന പ്രഭാവം, ചന്ദ്രൻ്റെ കിരണങ്ങളുടെ അത്ഭുതകരമായിട്ടുള്ള ശാന്തത, ചിത്രശലഭങ്ങളുടെ ചിറകുകളുടെ മൃദുത്വം, പ്രഭാതത്തിൻ്റെ പുതുമ, നദിയുടെ ആവേശം, വസന്തത്തിൻ്റെ യുവത്വം, അങ്ങനെ പലതും
ഫലം താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സൗന്ദര്യമായിരുന്നു. ആരും മുമ്പ് കണ്ടിട്ടില്ലാത്ത, ഇനി ഒരിക്കലും കാണാൻ പറ്റാത്തതായിട്ടുള്ളൊരു സൗന്ദര്യധാമത്തെയാണ് സൃഷ്ടിച്ചത്. പ്രകൃതിയുടെ ഏറ്റവും മികച്ച വശങ്ങളുടെ ഏറ്റവും സൂക്ഷ്മ അളവുകളിൽ നിന്ന് രൂപപ്പെട്ട ഏറ്റവും മികച്ച സൃഷ്ടിയായതിനാൽ ബ്രഹ്മാവ് അവൾക്ക് തിലോത്തമ എന്ന് പേര്. തിലം എള്ളാണല്ലേ, ഏറ്റവും ചെറിയ മൈന്യൂട്ടസ്റ്റ് മെഷർ. അപ്പോൾ സൂക്ഷ്മതയ്ക്കാണ് ഏറ്റവും സൂക്ഷ്മമായ എന്നുള്ള അർത്ഥം വരുന്ന തിലം. ഉത്തമം എന്ന് വെച്ചാൽ ഗ്രാൻഡസ്റ്റ്, ബെസ്റ്റ്. അങ്ങനെ സുന്ദരികളിൽ ഏറ്റവും മികച്ചവർ സൃഷ്ടാവിനെ ആദരപൂർവ്വം വന്ദിക്കുകയും മഹോന്നത സഭയ്ക്കായിട്ട് അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് മഹാത്മാവിനോട് ചോദിക്കുകയും ചെയ്യാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ആ സഹോദരരുടെ അടുത്ത് പോയിട്ട് അവരെ ആകർഷിക്കുക, എന്നിട്ട് അവർ തമ്മിൽ വഴക്കുണ്ടാക്കിക്കുക. അതാണ് തിലോത്തമയുടെ ഡ്യൂട്ടി. അങ്ങനെ തിലോത്തമ സമ്മതിച്ചു. എന്നിട്ട് അവിടുന്ന് വിട വാങ്ങി പോവാണ്. അപ്പോൾ ആ സഭയിലെ ഇരുന്നവരെല്ലാം ഈ തിലോത്തമയുടെ സൗന്ദര്യത്തിൽ അത്ഭുതപ്പെട്ട് സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് എല്ലാവരും. അവളുടെ സൗന്ദര്യം കാണാൻ മഹാദേവന് പോലും ഓരോ ഡയറക്ഷനിലും ഓരോ തല വേണ്ടി വന്നു എന്നാണ് പറയണത്. 4 ദിശകളിലേക്കും 4 തലകളും, 5-മത്തേത് യഥാർത്ഥമായിട്ടുള്ള, അങ്ങനെ പഞ്ചാനനൻ എന്നുള്ള നാമം അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള സാഹചര്യമൊക്കെ അപ്പം ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ദ്രനാണെങ്കിൽ ആ സൗന്ദര്യം മുഴുവൻ കാണാൻ 2 കണ്ണുകൾ പര്യാപ്തമാവാതെ 1000 കണ്ണുകൾ വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് എതിരാളികളൊന്നും ഇല്ലാതിരുന്ന ഈ സഹോദരന്മാർ വേറെ പ്രവർത്തനങ്ങളൊന്നും അവശേഷിച്ചിട്ടുമില്ല. അതുകൊണ്ട് അവർ സുഖവും ആനന്ദവും തേടുന്നതിനായിട്ട് സമയം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം വിന്ധ്യാപർവ്വതത്തിലെത്തി പതിവ് പോലെ സമയം ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ തിലോത്തമ അവിടെ എത്തി. അവളുടെ അദൃശ്യമായ സൗന്ദര്യം കണ്ട് സഹോദരന്മാർ 2 പേരും അവളെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഭ്രാന്തന്മാരായി. അവരെ അവളുടെ പിന്നാലെ ഓടി ഓരോരുത്തരും അവളുടെ കയ്യിൽ പിടിച്ച് ഇത് എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ സഹോദരരിലെ ജ്യേഷ്ഠൻ പറയാണ്, ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അനിയൻ ഇങ്ങനെ നോക്കുന്നത് ശരിയല്ല, ജ്യേഷ്ഠത്തിയാണല്ലോ, അതുകൊണ്ട് ആ ബഹുമാനത്തോടു കൂടി വേണം നോക്കാൻ, അല്ലാത്ത ഉള്ള നോട്ടമൊന്നും പാടില്ല എന്ന് പറയുന്നു. അനിയൻ പറയണു, അനിയൻ്റെ ഭാര്യയെ ജ്യേഷ്ഠൻ ഒരിക്കലും ഇങ്ങനെ നോക്കരുതെന്ന്. അപ്പോൾ 2 സഹോദരന്മാർ, സുന്ദനും ഉപസുന്ദനും, കോപാകുലരായി പരസ്പരം പോരടിക്കാൻ തുടങ്ങി. ഏറെ താമസിയാതെ തന്നെ 2 പേരെയും കോപം എല്ലാം മറപ്പിക്കാൻ പ്രേരിപ്പിച്ചു. കോപം വന്നിട്ട്, ക്രോധം വന്നിട്ട് അവർക്കൊന്നും ഓർമ്മയില്ല. പരസ്പരം സഹോദരരാണെന്നുള്ള കാര്യമൊക്കെ അവരെപ്പോഴേ മറന്നു. ഭയങ്കര അലർച്ചയോടെ ആഞ്ഞടിച്ചു. കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ ഇരുവരും പരസ്പരം ഗദ കൊണ്ട് തലയിലടിച്ചു. ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ എന്താ സംഭവിച്ചത്? മരിച്ചു. അവർക്കങ്ങനെ ഒരു വരാണല്ലോ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ 2 സഹോദരന്മാരും കൊല്ലപ്പെടുന്നത് കണ്ട അസുരന്മാർ ജീവനും കൊണ്ട് ഓടിപ്പോയി. ശക്തരായ സഹോദരന്മാരുടെ സംരക്ഷണത്തിൽ അവർ ഇനി ഇല്ല. അതുകൊണ്ട് ദേവന്മാരെ അവരെ കീഴടക്കി 3 ലോകങ്ങളും പുനഃസ്ഥാപിക്കപ്പെട്ടു. ക്രമം, നിയമങ്ങൾ എല്ലാം, ധർമ്മമൊക്കെ പുനഃസ്ഥാപിക്കപ്പെട്ടു. ദേവന്മാരും ബ്രഹ്മാവും ഒക്കെ തിലോത്തമയെ കാണാൻ വേണ്ടി എത്തി. തിലോത്തമയുടെ മഹാധീരതയും ആ ദൗത്യം വളരെ കാര്യക്ഷമമായിട്ട് നിർവഹിച്ചതും കണ്ട് ബ്രഹ്മാവ് വളരെയധികം സന്തോഷിച്ചു. അതിനാൽ ആദിത്യ ലോകത്ത്, സൂര്യലോകത്ത് ആർക്കും അവളെ വളരെ കാലം നോക്കാൻ കഴിയാത്ത വിധം തിളക്കമുള്ള ഒരു സ്ഥാനം നൽകിക്കൊണ്ട് അവർ ബ്രഹ്മാവും ഒക്കെ അവൾക്ക് വരം നൽകുകയാണ്. അപ്പോൾ ഇതാണ് നാരദരെ പാണ്ഡവർക്ക് പറഞ്ഞു കൊടുത്ത കഥ. തീർച്ചയായും പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കഥ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇത്രമാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.